എനിക്ക് വേണ്ട, മതി. അയ്യോ അത് പറ്റില്ല, ഇത് മുഴുവനും കഴിക്കണം. എനിക്ക് വയറ് നിറഞ്ഞു. ആ വയറ് നിറയാൻ വേണ്ടി ഒന്നും കഴിച്ചില്ലല്ലോ. ദേ പാതി ടിഫിൻ ബോക്സിൽ തന്നെ ഇരിക്കുക. മോൻ കഴിക്ക. വേണ്ട. ദാ നോക്ക്, നല്ല മിടുക്കനായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കണം. എന്നാലല്ലേ ദേ ആ ചേട്ടന്മാരെ പോലെ ഓടിക്കളിക്കാനൊക്കെ ആരോഗ്യം കിട്ടും. ദാ നോക്ക്. ലേഖ ടീച്ചറെ, അത് നമ്മുടെ പഴയ നിധിയല്ലേ? അതെ, സതി ടീച്ചറിന്റെ ശത്രുവാണല്ലോ അത്. ഞാൻ പണ്ടൊരു കുട്ടിയൊന്ന് തല്ലിയെന്നും പറഞ്ഞ് ഇവളിവിടെ ഉണ്ടാക്കാത്ത പുകയിലൊന്നുമില്ല. എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്ന് വരെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ആളാ ഇവള്. ഇതെന്താ ഈ വേഷത്തില്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആ ഫുഡൊക്കെ കഴിച്ചോ? മിടുക്കൻ. വാ കൈ കഴുകാം. ഇന്ദിരാമേ, ആ നിധി എന്താ ഇവിടെ? എന്താന്നൊന്നും അറിയില്ല. ഇവിടെ ടീച്ചർ ജോലി ചോദിച്ചു വന്നതായിരുന്നു. അത് കിട്ടാഞ്ഞോണ്ടായിരിക്കും ആയ ജോലിക്ക് കേറിയത്. ഓ ശരി, നടക്കും മോനെ. വാ. എന്താ ടീച്ചർ ഇവിടെ ഈ വേഷത്തിൽ? ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താകണമെന്ന് പറഞ്ഞ് ക്ലാസ് എടുത്ത ആളാ. എന്തായാലും ഈ ആയ വേഷത്തിൽ കാണാൻ പറ്റിയല്ലോ, അതെന്തായാലും നന്നായി. എന്ത് പറ്റി ടീച്ചറെ ഇപ്പൊ ഇങ്ങനൊരു ജോലിക്ക് വരാൻ? ആ വലിയ ബിസിനസ്സുകാരനുമായിട്ടുള്ള സംബന്ധമൊക്കെ കഴിഞ്ഞോ? പിന്നല്ലാതെ, അതൊക്കെ ഒരു ടൈം പാസിന് കെട്ടിയതല്ലേ. ഈ പുള്ളിക്കാരി കരുതി ഏതോ കൊമ്പത്തെ രാജ്ഞിയാണെന്ന്. ഇതിനെയാണ് നിധി ദൈവം ഉണ്ടെന്നൊക്കെ പറയുന്നത്. നീ എന്നെ ഇവിടെ ഇട്ട് ചില്ലറയൊന്നും അല്ല വട്ടം കറക്കിയത്. നിന്നെ എന്തായാലും ഈ വേഷത്തിൽ ഇവിടെ കിട്ടിയല്ലോ. കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞില്ലേ? നിനക്ക് കുറച്ച് പണിയുണ്ട്. ടീച്ചേഴ്സ് റൂമിലെ ഞങ്ങളുടെ ടേബിളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടണം, കേട്ടല്ലോ?